Hello students, welcome to Java Programming Lecturing class. നമ്മൾ ഇതുവരെ OOPSന്റെ കൺസെപ്റ്റ് ആയിരുന്നു പഠിച്ചിരുന്നത്. Today we can discuss the features of Java. It's very important. ജാവയുടെ ഫീച്ചേഴ്സ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ജാവ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് മുഴുവൻ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ഒരു നിയർ ടു 12 ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ പഠിക്കേണ്ട കുറച്ച് രണ്ട് പോർഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇത്രയും പോർഷൻസ് നമുക്ക് സ്റ്റാർട്ടിംഗ് തിയറി വരുന്നതാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോഗ്രാമിലോട്ട് കയറാൻ പറ്റൂ. പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ തിയറിറ്റിക്കൽ ബേസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് പ്രോഗ്രാംസിലോട്ട് നമുക്ക് വരാൻ പറ്റും. പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഫീച്ചേഴ്സ് ഓഫ് ജാവ കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യണം. പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കുകയും വേണം. ഓൺലൈൻ കമ്പൈലേഴ്സ് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് നോക്കുകയും വേണം. എനിവേ, today let's discuss the important features of Java. Actually, there are a lot of features of Java. Within that, first slide naathu ningal nokka. First feature is compiled and interpreted, platform independent and portable, and the third one object oriented, and the fourth one robust and secure, and the next one distributed, and the next one familiar, simple and small, then multi-threaded and interactive, high performance, and the last one is dynamic and extensible. These are the main features of a Java programming language. Java programming languages ന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ നോട്ട് എഴുതി വെക്കുക, ബുക്ക് എടുത്തിട്ട് നോട്ട് എഴുതി വെക്കുക, അതിൻ്റെ നോട്ട് ക്ലിയർ ചെയ്ത് വെക്കുക. ഇത് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിത്തിൻ ദാറ്റ് പകുതി നമുക്ക് ഇന്നത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം, ആൻഡ് ദ റിമൈനിങ് വൺസ് വി ക്യാൻ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഫീച്ചർ നോക്കുക. കമ്പൈൽഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സിനകത്ത് നമ്മൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ജാവ. ജാവയുടെ പെക്യുലാരിറ്റി എന്താ ചോദിക്കാറുണ്ട്. Therefore it is compiled and interpreted. സാധാരണ നമ്മൾ സിഒ അല്ലെങ്കിൽ CPP ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, സി ഒക്കെ നമുക്ക് കമ്പൈൽ ചെയ്യണം നിർബന്ധമില്ല. വി ക്യാൻ എക്സിക്യൂട്ട് ഇറ്റ് ഡയറക്റ്റ്ലി. CPP ആണെങ്കിൽ നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. കമ്പൈൽ ചെയ്യണം നിർബന്ധമില്ല. ബട്ട് ജാവ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ യു വാണ്ട് ടു കമ്പൈൽ ദ ജാവ പ്രോഗ്രാം, ദെൻ യു വാണ്ട് ടു ഇൻ്റർപ്രറ്റ്. ദാറ്റ് മീൻസ് യു വാണ്ട് ടു എക്സിക്യൂട്ട് ഓർ റൺ ദ ജാവ പ്രോഗ്രാം. അങ്ങനെയാണ് ജാവയുടെ കൺസെപ്റ്റ് കിടക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു കമ്പൈൽ ദ ലാംഗ്വേജ്, ദെൻ ഇൻ്റർപ്രറ്റ്. ആ പിക്ചറിനകത്തോട്ട് നോക്കുക നിങ്ങൾ. The source code of Java program will be .java file. അപ്പോൾ നമ്മളൊരു ജാവ ഫയൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളൊരു ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫയൽ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതി കൊടുത്ത് നമ്മളത് സേവ് ചെയ്യുമ്പം .java എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലൂടെയായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് നമ്മുടെ ജാവ കോഡിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. .java എന്ന് പറയുന്നതാണ് നമ്മുടെ ജാവ കോഡിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ജാവ കോഡ് നമ്മൾ .java ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ദ സോഴ്സ് കോഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോർമാറ്റ്. മറ്റൊരു ഫോർമാറ്റിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ഒരു ബൈനറി കോഡിലോട്ടോ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും. എപ്പോഴും കമ്പൈൽ ചെയ്യുന്ന സമയത്ത്. ജാവയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ജാവ സോഴ്സ് കോഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ബൈറ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഡോട്ട് ക്ലാസ് ഫയൽ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനോട് കൂടി എന്ത് ചെയ്യും, ജാവയെ നമ്മൾ സോഴ്സ് കോഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. അത് ചെയ്യുന്നത് ആരാണ്, ജാവയുടെ കമ്പൈലറാണ്. ജാവ സി എന്ന് പറയുന്ന ജാവ കമ്പൈലറാണ് ഈ സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് കാണിക്കുമ്പോൾ ഡോട്ട് ക്ലാസ് ഫയലുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ സേവ് ചെയ്തേക്കുന്ന ഒരു ജാവ പ്രോഗ്രാം എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റത്തെ ഒരു ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് അത് സേവ് ചെയ്തേക്കുന്ന സാമ്പിൾ ഡോട്ട് ജാവ എന്ന് പറയുന്ന ഒരു നെയിമോട് കൂടി ഞാൻ സേവ് ചെയ്തു. അവിടെ സാമ്പിൾ ഡോട്ട് ജാവ എന്ന് പറയുമ്പം ആ ഡോട്ട് ജാവ എക്സ്റ്റൻഷൻ വരുമ്പോൾ അതാണ് നമ്മുടെ ജാവ ഫയൽ എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ അതിനെ ജാവ കമ്പൈലർ യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ദ സോഴ്സ് കോഡ് ഓഫ് ദ സാമ്പിൾ ഡോട്ട് ജാവ ഫയൽ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എ ബൈറ്റ് കോഡ്. ഒരു ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ബൈറ്റ് കോഡ് നമുക്ക് റീഡ് ചെയ്താൽ മനസ്സിലാവില്ല. അത് സിസ്റ്റത്തിന് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജാവ ലാംഗ്വേജിലുള്ള സിസ്റ്റത്തിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ബൈറ്റ് കോഡിനെയാണ് പിന്നെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ജാവ വിൽ ബി കമ്പൈൽഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ്. ജാവ കമ്പൈൽഡും ഇൻ്റർപ്രറ്റഡ് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആവാനുള്ള കാരണം അതാണ്. അപ്പോൾ നമുക്കതിൻ്റെ സ്ലൈഡിനകത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വൈൽ റണ്ണിങ് എ ജാവ പ്രോഗ്രാം, ഒരു ജാവ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ബൈറ്റ് കോഡ് ആൻഡ് ദെൻ ഇറ്റ് റൺസ്. എന്ത് ചെയ്യും, കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ജാവ അതിനെ എന്ത് ചെയ്യും, ബൈറ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യും.
ബൈറ്റ് കോഡ് എന്ന് പറയുന്നത് ഡോട്ട് ക്ലാസ് ഫയലുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അത് നമ്മൾ ചോദിക്കാറുണ്ട്, കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് ജാവ എന്താ ഫോർമാറ്റ്? ഡോട്ട് ക്ലാസ് ഫയലുകളായിരിക്കും, അതിനകത്തുള്ള ബൈറ്റ് കോഡുകളായിട്ടായിരിക്കും അതിനെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. അത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കൺവേർഷൻ ഓഫ് ജാവ ടു ബൈറ്റ് കോഡ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ കമ്പൈലർ കോൾഡ് ജാവ കമ്പൈലർ. ആ ഒരു ബൈറ്റ് കോഡിൻ്റെ ജാവ ഫയലിനെ ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഇറ്റ്സ് എ ജാവ കമ്പൈലർ. ജാവ കമ്പൈലറാണ് അത് ചെയ്യുന്നത്. ആ ജാവ കമ്പൈലറിൻ്റെ നെയിമാണ് ജാവ സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്ന കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ജാവ സി ഫയൽ നെയിം ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പൈൽ ചെയ്യാറ് സാധാരണ ലെവലിൽ. നമ്മൾ ലാബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. Then target bytecode is interpreted using interpreter called as JVM. ഈ കമ്പൈൽ ചെയ്ത ഈ ബൈറ്റ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം, റൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനാണ് JVM എന്ന് പറയുന്നത്, അഥവാ ജാവ വെർച്വൽ മെഷീൻ എന്ന് പറയുന്നത്. ഈ ജാവ വെർച്വൽ മെഷീൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്കതിനെ റൺ ചെയ്യാൻ. അപ്പോൾ ഈ ബൈറ്റ് കോഡിനെ നമ്മൾ എന്ത് ചെയ്യും? JVM യൂസ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്യും. റൺ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. സോ ജാവ ഈസ് ബോത്ത് ഇൻ്റർപ്രിറ്റഡ് ആൻഡ് കമ്പൈൽഡ് ലാംഗ്വേജ്. അതുകൊണ്ട് ജാവ എന്താണ്? ബോത്ത് ഇൻ്റർപ്രിറ്റഡ് ആൻഡ് കമ്പൈൽഡ് ലാംഗ്വേജ്. ആദ്യം നമ്മൾ ഒരു ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ ജാവ ഫയലിനകത്ത് നമ്മൾ എഴുതി കൊടുത്ത സോഴ്സ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡീഷൻ ആണെങ്കിൽ അതിൻ്റെ സോഴ്സ് കോഡ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ജാവ സി എന്ന് പറയുന്ന ജാവ കമ്പൈലർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കമ്പൈൽ ചെയ്യും. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ദ സോഴ്സ് കോഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ബൈറ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബൈറ്റ് കോഡിനെ നമ്മൾ ഇൻ്റർപ്രിറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൺ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് കമ്പൈൽഡ് ആൻഡ് ഇൻ്റർപ്രിറ്റഡ് ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് ആൻഡ് പോർട്ടബിൾ. നെക്സ്റ്റ് ഫീച്ചറാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് പോർട്ടബിൾ എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് തന്നെ വാട്ട് എവർ മേ ബി ദ ഹാർഡ്വെയർ ആൻഡ് വാട്ട് എവർ മേ ബി ദ സോഫ്റ്റ്വെയർ, ഇറ്റ്സ് ഡസ് നോട്ട് എ മാറ്റർ ഫോർ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജസ്. അതൊരു മാറ്റർ അല്ല പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ ഏതായാലും നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെങ്കിലും അത് അതിനെ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് മീൻ ചെയ്തേക്കുന്നത്. അതാണ് പഴയ ലാംഗ്വേജുകളായ സിയും CPP ഒക്കെ എന്നുണ്ടെങ്കിൽ അതൊക്കെ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് വിൻഡോസിനകത്ത് കമ്പൈൽ ചെയ്തത് വിൻഡോസിനകത്ത് മാത്രം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഉബുണ്ടു ജാവ പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനകത്ത് കമ്പൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റൺ ഇൻ എനിവേർ. വൺസ് റൈറ്റ് റൺ എനിവേർ. അതാണ് ജാവ എന്ന് പറയുന്നത്. ഒരു തവണ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റൺ ഇൻ എനി അതർ പ്ലാറ്റ്ഫോം. മറ്റ് ഏത് പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി ഇൻ ജാവ. അതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. അൺലൈക്ക് അതിൻ്റെ സ്ലൈഡിനകത്ത് നിങ്ങൾ നോക്കുക, അൺലൈക്ക് അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സച്ച് ആസ് C, CPP എക്സെട്ര വിച്ച് ആർ കമ്പൈൽഡ് ഇൻ ടു പ്ലാറ്റ്ഫോം സ്പെസിഫിക് മെഷീൻസ്. അത് കമ്പൈൽ ചെയ്യാൻ പറ്റുന്നത് ഒരു പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മെഷീനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ജാവ ഈസ് ഗ്യാരണ്ടീഡ് ടു ബി റൈറ്റ് വൺസ് ആൻഡ് റൺ എനിവേർ ലാംഗ്വേജ്. ജാവ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നതാണ് റൈറ്റ് വൺസ്. ഒരു തവണ എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ റൺ ഇൻ എനിവേർ. എവിടെയും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഓൺ കമ്പൈലേഷൻ ജാവ പ്രോഗ്രാം is compiled into bytecode. On compilation, കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ജാവ പ്രോഗ്രാം ഈസ് കമ്പൈൽഡ് ഇൻ ടു ബൈറ്റ് കോഡ്. ജാവ പ്രോഗ്രാം എന്ത് ചെയ്യും? അതിനെ ബൈറ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മൾ അതിന് മുന്നേ ഡിസ്കസ് ചെയ്തത്. ബൈറ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യും. ദിസ് ബൈറ്റ് കോഡ് ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. ഈ ബൈറ്റ് കോഡ് എന്താണ്? പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ക്യാൻ ബി റൺ ഇൻ എനി മെഷീൻ. ഏത് മെഷീനകത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി. എവിടെ നിന്നാണോ നമ്മൾ അതിന് കമ്പൈൽ ചെയ്തത് അവിടെ തന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ട. എവിടെ നിന്ന് കമ്പൈൽ ചെയ്തോ എവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. പ്ലസ് ദിസ് ബൈറ്റ് കോഡ് ഫോർമാറ്റ് ഓൾസോ പ്രൊവൈഡ് സെക്യൂരിറ്റി. അതിൻ്റെ കൂടെ തന്നെ ബൈറ്റ് കോഡുകളായിക്കോട്ടെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. ഈ ബൈറ്റ് കോഡുകൾ എന്ന് പറയുന്നത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ ബോക്സുകളായിട്ടായിരിക്കും നമുക്കിതിനെ കാണാൻ പറ്റുന്നത് കമ്പയർ ചെയ്തേക്കുന്ന ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്. ദാറ്റ് വിൽ നോട്ട് ബി റീഡ് ബൈ എനി വൺ. ആർക്കും റീഡ് ചെയ്യാൻ പറ്റില്ല. ദഫോ ഇറ്റ് ഈസ് മോർ സെക്യൂർ. അതുകൊണ്ട് എന്താണ് ജാവ എന്ന് പറയുന്നത് സെക്യൂർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പറയും. ജാവയുടെ മറ്റൊരു ഫീച്ചറാണ് ജാവ ഈസ് മോർ സെക്യൂർ എന്ന് പറയുന്നത്. ദാറ്റ് സെക്യൂരിറ്റി ഈസ് പ്രൊവൈഡഡ് ബൈ ദിസ് ബൈറ്റ് കോഡ്. കമ്പയർ ചെയ്തതിന് ശേഷം ദ സോഴ്സ് കോഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ബൈറ്റ് കോഡ്. ബൈറ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ബൈറ്റ് കോഡ് വിൽ നോട്ട് ബി റീഡബിൾ ബൈ എനി വൺ. സോ ജാവ ഈസ് മോർ സെക്യൂർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതുകൊണ്ട് ജാവ എന്താണ്? മോർ സെക്യൂർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എനി മെഷീൻ വിത്ത് ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് ക്യാൻ
run Java programs. ഏതൊരു മെഷീനകത്തും ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് ഉണ്ട്, JVM ഉണ്ട്, ജാവ വെർച്വൽ മെഷീൻ ഉണ്ടെങ്കിൽ യു ക്യാൻ റൺ ദാറ്റ് ജാവ പ്രോഗ്രാം ദർ. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ജാവ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി. വാട്ട് എവർ മേ ബി യുവർ ഹാർഡ്വെയർ ആൻഡ് വാട്ട് എവർ മേ ബി യുവർ software, it does not matter for the Java program. You can compile in any platform, you can run in any other platform. That is the concept of platform independency in Java. അതിനൊരു പിക്ചർ ഫോർമാറ്റ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസിൻ്റെ ഒരു പിക്ചർ ഫോർമാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക നിങ്ങൾ. സോഴ്സ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. hello.java എന്ന് പറയുന്നതാണ് സോഴ്സ് ഫയൽ എന്ന് അസ്യൂം ചെയ്യാം. ദാറ്റ് വിൽ ബി കമ്പൈൽഡ് യൂസിങ് ദ ജാവ കമ്പൈലർ ജാവാസി എന്ന് പറയുന്ന ജാവ കമ്പൈലർ വെച്ച് അതിനെ കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ബൈറ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ നമ്മൾ പറയുന്നത് ക്ലാസ് ഫയലുകൾ എന്ന് പറയുന്നത്. ക്ലാസ് ഫയലുകളായിട്ട് മാറ്റും, അല്ലെങ്കിൽ ബൈറ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ബൈറ്റ് കോഡിനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അറ്റ് റൺ ടൈം JVM ജാവ വെർച്വൽ മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? റൺ ചെയ്യും. അത് റൺ ചെയ്യുന്നത് ഏത് പ്ലാറ്റ്ഫോമിലാവാം, വിൻഡോസിലാവാം, ലിനക്സിലാവാം, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാവാം. വാട്ട് എവർ യു ക്യാൻ എക്സിക്യൂട്ട് ദാറ്റ് ബൈറ്റ് കോഡ്. ആ ബൈറ്റ് കോഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ജസ്റ്റ് ഒരു പിക്ചറൈസ്ഡ് ഫോം അവിടെ കൊടുത്തു എന്നുള്ളൂ, അന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഫീച്ചർ നോക്കുക, പോർട്ടബിൾ എന്ന് പറയുന്ന ഫീച്ചർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയും, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസിനകത്ത് നമ്മൾ പറഞ്ഞു എവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത്. ആ സെയിം കൺസെപ്റ്റ് തന്നെ പോർട്ടബിൾ എന്ന് പറയുന്നതും. ദാറ്റ് മീൻസ് നമ്മൾ ഒരു റൺ ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജാവ പ്രോഗ്രാം ഏത് മെഷീനകത്താണോ ജാവ വെർച്വൽ മെഷീൻ അല്ലെങ്കിൽ ജാവ റൺ ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ് ഉള്ളത്, ജാവ വെർച്വൽ മെഷീൻ ഉള്ളത്, അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് പോർട്ടബിൾ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, കൊണ്ടു നടക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. യു ക്യാൻ എക്സിക്യൂട്ട് ഇൻ എനി എൻവയോൺമെൻറ്റ് യു ഹാവ് ജാവ വെർച്വൽ മെഷീൻ. ഒരു ജാവ വെർച്വൽ മെഷീനുള്ള ഏത് എൻവയോൺമെൻറ്റിലും കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ജാവ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സ്ലൈഡിനകത്ത് നോക്കുക. Java program can execute in any environment for which there is a Java runtime system. ഒരു ജാവ പ്രോഗ്രാം നമുക്ക് എവിടെ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം, ഏത് പ്ലാറ്റ്ഫോമിനകത്തും എക്സിക്യൂട്ട് ചെയ്യാം. യു നീഡ് എ ജാവ വെർച്വൽ മെഷീൻ. ജാവ വെർച്വൽ മെഷീൻ ഉണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇന്ന പ്ലാറ്റ്ഫോമിനകത്ത് എന്നൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ വിൻഡോസിനകത്ത് മാത്രമേ ജാവ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ലിനക്സിന് മാത്രമേ ജാവ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് മാത്രമേ ജാവ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ എന്നൊന്നും പറയുന്നില്ല. യു ഹാവ് എ ജാവ വെർച്വൽ മെഷീൻ, യു ക്യാൻ എക്സിക്യൂട്ട് ദ ജാവ ഫയൽ വിത്തിൻ ദാറ്റ് മെഷീൻ. ആ മെഷീനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് നോക്കുക. ജാവ പ്രോഗ്രാം ക്യാൻ ബി റൺ ഓൺ എനി പ്ലാറ്റ്ഫോം. ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ദ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. ജാവ പ്രോഗ്രാംസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓവർ വേൾഡ് വൈഡ് വെബ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേൾഡ് വൈഡ് വെബിൽ ഇൻ്റർനെറ്റിനകത്തൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജാവ പ്രോഗ്രാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. ആപ്ലെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, സെപ്പറേറ്റ് മൊഡ്യൂളാണ് ആപ്ലെറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ദിസ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ജാവ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. അതർവൈസ് ജാവ ഈസ് പോർട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഫീച്ചർ നോക്കുക. ജാവ ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ജാവ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വി ഓൾറെഡി സ്റ്റഡീഡ് ദ കൺസെപ്റ്റ് ഓഫ് ഊപ്സ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കൺസെപ്റ്റുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനകത്തുണ്ടായിരുന്നു നമുക്ക് കുറേ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻക്യാപ്സുലേഷൻസ്, പോളിമോർഫിസം, ക്ലാസസ്, അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ്, അങ്ങനെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ്, മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്ന കുറേ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജാവക്കകത്തും ഈ ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ജാവ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് ഈ ഫീച്ചേഴ്സ് എല്ലാം ജാവക്കകത്തും ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ജാവ ഈസ് നോട്ട് പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. പ്യുവർലി ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല ജാവ എന്ന് പറയുന്നത്. പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ ജാവക്കകത്ത് നമുക്ക് മറ്റ് ഡാറ്റ ടൈപ്സുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ഒബ്ജക്ട്സ് ആർ യൂസ്ഡ്. ഒബ്ജക്ട്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് അങ്ങനെ ടോട്ടലി നമുക്ക് ഒബ്ജക്റ്റുകൾ മാത്രമല്ല നമ്മൾ ജാവക്കകത്ത് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇൻറ്റ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഡബിൾ ടൈപ്പ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രിങ് യൂസ് ചെയ്യുന്നുണ്ട്, ക്യാരി യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ജാവ എന്ന് പറയുന്നത് പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റില്ല. ജാവ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അത്രേ പറയാൻ പറ്റുള്ളൂ. പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ഡാറ്റ ടൈപ്സ് ഒന്നും നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോജിക്ക് വരും.
അപ്പം ജാവ എന്ന് പറയുന്നത് നമുക്ക് ഇത്ര പറയാൻ പറ്റുള്ളൂ, ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഊപ്സിൻ്റെ കുറേ കൺസെപ്റ്റുകൾ കയറി വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പ്യൂർലി ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിൻ്റെ സ്ലൈഡിനകത്ത് നോക്കാം. Java provides various features like encapsulation, polymorphism, classes, and abstract data types, for which we call it object-oriented language. ഇത്രയൊക്കെ ഫീച്ചേഴ്സ് തരുന്നതുകൊണ്ട് we can call it an object-oriented programming language. Although it is not purely object-oriented. അങ്ങനെയൊക്കെ ആണെങ്കിലും it is not purely object-oriented programming language, because a purely object-oriented programming language treats everything inside a program as object. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പ്യൂർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ ആ പ്രോഗ്രാമിനകത്തുള്ള എല്ലാത്തിനെയും എന്ത് ചെയ്തും ഒബ്ജക്റ്റുകളായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ബട്ട് Java also support primitive data types like int, byte, and long int, etc. So, which are not object. ജാവ എന്തൊക്കെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇൻറ്റ്, ഫ്ലോട്ട്, ഇങ്ങനത്തെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സുകളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ജാവ ഒരു പ്യൂർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഇൻറ്റും ഫ്ലോട്ടും ബൈറ്റും എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ഒബ്ജക്ട്സ്. അതൊന്നും ഒബ്ജക്ട്സ് അല്ല, അതൊക്കെ എന്താണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സുകളാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ജാവ ഈസ് എൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നോട്ട് പ്യൂർലി ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നെക്സ്റ്റ് ഫീച്ചർ നോക്കുക. ജാവ ഈസ് റോബസ്റ്റ് ആൻഡ് സെക്യൂർ. ജാവ എന്ന് പറയുന്നത് റോബസ്റ്റ് ആണ്, അതുപോലെ തന്നെ ജാവ എന്ന് പറയുന്നത് സെക്യൂർ ആണ്. ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റോബസ്റ്റ്? റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് തന്നെ സ്ട്രോങ് ആൻഡ് ഹെൽത്തി എന്ന് നമ്മൾ പറയാം. സ്ട്രോങ് ആയിരിക്കണം, നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കണം. ഹെൽത്തി നമ്മൾ പ്രോഗ്രാമിനകത്ത് മീൻ ചെയ്യുന്നത് എന്താണ്? ദർ വിൽ ബി നോ എറേഴ്സ്. ഒരു എറേഴ്സും ഉണ്ടാവാൻ പാടില്ല. എറേഴ്സ് ഇല്ലാണ്ട് കറക്റ്റ് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു ലെവലിൽ നമ്മുടെ പ്രോഗ്രാം വരണം. അതിനെ നമ്മൾ പറയുന്നത് റോബസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ എറർ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്നാണ് നമ്മൾ ഈ റോബസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഈ റോബസ്റ്റ് എങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ നമ്മൾ എങ്ങനെ ജാവക്കകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ എലിമിനേറ്റിംഗ് എറേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നത് അറ്റ് റൺ ടൈം ആൻഡ് കമ്പൈൽ ടൈം. ദർ ഈസ് എ മെക്കാനിസം ടു ചെക്ക് വെദർ ദർ എനി എറർ അറ്റ് കമ്പൈൽ ടൈം ആൻഡ് ദ സെയിം ടൈം അറ്റ് റൺ ടൈം. കമ്പൈൽ ടൈമിലും ജാവ എറർ ചെക്ക് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ റൺ ടൈമിലും ജാവ എറർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓവർ ആൻഡ് അബോ ജാവക്കകത്തുള്ള വേറൊരു കൺസെപ്റ്റാണ് ഗാർബേജ് കളക്ടർ എന്ന് പറയുന്നതും അതുപോലെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നതും. എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ദർ വിൽ ബി എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് ഉണ്ട്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമുക്കൊരു മൊഡ്യൂളായിട്ട് തന്നെ പഠിക്കാനുണ്ട്, ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഹൗ ജാവ ഈസ് ഹാൻഡ്ലിംഗ് ദ എക്സെപ്ഷൻസ് ഓർ എറേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദ കൺസെപ്റ്റ് ജോയിൻഡ് ടു മേക്ക് ദ ജാവ ഈസ് റോബസ്റ്റ്. ഈ ഒരു കൺസെപ്റ്റുകളാണ് ജാവയെ റോബസ്റ്റ് ആക്കി മാറ്റുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ദർ വിൽ ബി നോ എറേഴ്സ് ഓൺ യുവർ ജാവ പ്രോഗ്രാമിനകത്ത് ഒരു എറേഴ്സും വരാൻ പാടില്ല. ആ എറേഴ്സ് എങ്ങനെയൊക്കെയാണ് വരാണ്ടിരിക്കുന്നത്? അറ്റ് കമ്പൈൽ ടൈം എറർ ചെക്കിംഗ്, റൺ ടൈം എറർ ചെക്കിംഗ്, ആൻഡ് ഓൾസോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ആൻഡ് ഓൾസോ ഗാർബേജ് കളക്ടർ. ഈ ഒരു 4 കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ജാവ ഈസ് ടോട്ടലി എറർ ഫ്രീ ലാംഗ്വേജ് ആയിരിക്കും. ദാറ്റ് എറർ ഫ്രീ ലാംഗ്വേജ് മേക്ക് ജാവ റോബസ്റ്റ്. ആ ഒരു എറർ ഫ്രീ ലാംഗ്വേജ് ആണ് ജാവയെ റോബസ്റ്റ് ആക്കി മാറ്റുന്നത്, ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് റോബസ്റ്റ്. അതാണ് ഒരു ജാവയുടെ റോബസ്റ്റ് എന്ന് പറയുന്നത്. സ്ലൈഡിനകത്ത് ശ്രദ്ധിക്കാം. Java makes an effort to eliminate error-prone codes by emphasizing mainly on compile time error checking and runtime error checking. എന്താ പറഞ്ഞാൽ ജാവ എറർ എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ എംഫസിസിങ് ഓൺ കമ്പൈൽ ടൈം എറർ ചെക്കിംഗ് മെക്കാനിസം ആൻഡ് റൺ ടൈം എറർ ചെക്കിംഗ് മെക്കാനിസം. ബട്ട് ദ മെയിൻ ഏരിയ വിച്ച് ജാവ ഇംപ്രൂവ്ഡ് were memory management and mishandled exception by including automatic garbage collector ആൻഡ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. മെമ്മറി മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ എന്തെങ്കിലും കൂടുതൽ മെമ്മറി യൂസ് ചെയ്യുക അല്ലെങ്കിൽ മെമ്മറി കുറവ് വരികയെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ ഗാർബേജ് കളക്ടർ ഉണ്ടായിരിക്കും. സെയിം ടൈം അതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഇഫ് ദർ ഇസ് എനി എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ദർ ഇസ് എൻ എക്സെപ്ഷൻ ഹാൻഡ്ലർ, ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ഉണ്ടായിരിക്കും. ദീസ് മെക്കാനിസം മേക്ക് യുവർ ജാവ റോബസ്റ്റ്. ഇതാണ് നമ്മുടെ ജാവയെ റോബസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത റോബസ്റ്റ് ആണ്. റോബസ്റ്റിൻ്റെ കൂടെ വരുന്നത് തന്നെ മറ്റൊരു ഫീച്ചറാണ് സെക്യൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജാവ ഈസ് മോർ സെക്യൂർ ലാംഗ്വേജ്.
മോർ സെക്യൂർ ലാംഗ്വേജ് നമ്മൾ പറയുന്നുണ്ട് ജാവ എന്ന് പറയുന്നത്. അത് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു. ഈ ബൈറ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, കമ്പൈൽ ചെയ്യുമ്പോൾ ബൈറ്റ് കോഡുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ജാവയെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കമ്പൈൽ ചെയ്യുമ്പം അത് ബൈറ്റ് കോഡുകളായിട്ട് ക്ലാസ് ഫയലായിട്ട് മാറ്റും. ആ ബൈറ്റ് കോഡ് ദാറ്റ് ഈസ് നോട്ട് റീഡബിൾ ബൈ എനി വൺ. ആർക്കും അതിനെ റീഡ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ക്യാൻ അനലൈസ് ദ ജാവ വെർച്വൽ മെഷീൻ. ജാവ ജെ വി എമ്മിന് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ജാവ വെർച്വൽ മെഷീന് മാത്രമേ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ജാവ വെർച്വൽ മെഷീനാണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് മാത്രമേ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വൈറസ് ഇൻഫെക്ഷൻ വരികയെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അതായത് നമ്മൾ റൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്ത് ബൈറ്റ് കോഡ് ആക്കി വെച്ചിട്ടുള്ളതിനകത്ത് എന്തോ ഒരു എറർ വന്നു, അല്ലെങ്കിൽ അതിനകത്ത് എന്തോ ഒരു വൈറസ് ഇൻഫെക്ഷൻ വന്നു എന്ന് വിചാരിക്കാം. ആ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കോഡുകളായിരിക്കും. പ്രോഗ്രാമിംഗ് കോഡുകളാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്. ആ വൈറസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൈറസിൻ്റെ കോഡും കൂടെ നമ്മുടെ ബൈറ്റ് കോഡിനകത്ത് വരും. ബട്ട് നമ്മുടെ ജെ വി എം, ജാവ വെർച്വൽ മെഷീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ജെ വി എമ്മിന് ഈ വൈറസിൻ്റെ കോഡ് റീഡ് ചെയ്യാൻ മനസ്സിലാവില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ജെ വി എം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജെ വി എം എക്സിക്യൂട്ട് ഓൺലി ദ ബൈറ്റ് കോഡ്. ബൈറ്റ് കോഡിന് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ, നോട്ട് ദ വൈറസ് കോഡ്. വൈറസ് കോഡിന് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് സെക്യൂർഡ്. അതെന്ത് ചെയ്യും, സെക്യൂർ ആവും. ഇവിടെ നിന്നൊക്കെ പുറത്തുനിന്നുള്ള എന്ത് അറ്റാക്കിൽ നിന്നും അതെന്തായിരിക്കും, സെക്യൂർ ആയിട്ട് മാറ്റി നിർത്താൻ പറ്റും. ദാറ്റ് കൺസെപ്റ്റ് പ്രൊവൈഡ് യുവർ ജാവ പ്രോഗ്രാം ആസ് എ മോർ സെക്യൂർ ലാംഗ്വേജ്. കൂടുതൽ സെക്യൂർ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അതാണ്. സ്ലൈഡിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ സ്ലൈഡിനകത്ത് പറഞ്ഞേക്കുന്നത് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദ ജാവ സെക്യൂരിറ്റി ആർ, മെയിൻ റീസൺ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ, നോൺ റീഡബിലിറ്റി. വായിക്കാൻ പറ്റില്ല, ആർക്കും വായിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് കണ്ടെയ്ൻ ബൈറ്റ് കോഡ് അണ്ടർസ്റ്റാൻഡബിൾ ടു ഓൺലി ജെ വി എം. ബൈറ്റ് കോഡ് നമ്മൾ കമ്പയർ ചെയ്ത ബൈറ്റ് കോഡ് ആർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ഓൺലി ദ ജെ വി എം, ജാവ വെർച്വൽ മെഷീന് മാത്രമേ മനസ്സിലാവുള്ളൂ. സെക്കൻഡ് വൺ, നോ വൈറസ് വിൽ ഇൻഫെക്ട് ദ ബൈറ്റ് കോഡ്. ആ ബൈറ്റ് കോഡിനെ ഒരു വൈറസും ഇൻഫെക്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്, ഈവൻ ഇഫ് ദ വൈറസ് എൻറ്റേർഡ് ഇൻ ടു ദ ബൈറ്റ് കോഡ്, ദ ജെ വി എം ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ആ ബൈറ്റ് കോഡിനകത്തേക്ക് ഒരു വൈറസ് കയറിയിട്ടുണ്ടെങ്കിലും, വൈറസിൻ്റെ കോഡ് കയറിയിട്ടുണ്ടെങ്കിലും, ദാറ്റ് കോഡ് വിൽ നോട്ട് ബി അണ്ടർസ്റ്റാൻഡബിൾ ബൈ യുവർ ജാവ വെർച്വൽ മെഷീൻ. ജാവ വെർച്വൽ മെഷീൻ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. സോ ജെ വി എം കീപ്സ് ദീസ് ഇൻഫെക്റ്റഡ് ആസ് ഇറ്റ് ഈസ്. അപ്പോൾ ജെ വി എം എന്ത് ചെയ്യും, അതിനകത്ത് എന്തെങ്കിലും വൈറസുകൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് അതുപോലെ തന്നെ അവിടെ തന്നെ കീപ്പ് ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്യില്ല. നോ എക്സിക്യൂട്ടബിൾ കോഡ് വിൽ ബി ജനറേറ്റഡ് ടു ദിസ് വൈറസ്. ഈ വൈറസായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് പുതിയൊരു എക്സിക്യൂട്ടബിൾ കോഡ് ജാവ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രീ ഫ്രം വൈറസ്. വൈറസ് എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. എങ്ങനെയാണ് അത് ഫ്രീ ആവുന്നത്, ബൈ ദ ബൈറ്റ് കോഡ്. ബൈറ്റ് കോഡുകൾ വെച്ചിട്ട്, ബൈറ്റ് കോഡിനകത്തേക്ക് ഒരു വൈറസിൻ്റെ കോഡ് കയറിയിട്ടുണ്ടെങ്കിലും ദാറ്റ് കോഡ്, വൈറസ് കോഡ് വിൽ നോട്ട് ബി എക്സിക്യൂട്ടബിൾ ബൈ ദ ജെ വി എം. ജെ വി എമ്മിന് അത് മനസ്സിലാവില്ല, അത് എക്സിക്യൂട്ട് ചെയ്യുകയില്ല. സോ അവർ ലാംഗ്വേജ് ഈസ് സെക്യൂർ ഫ്രം വൈറസസ് ഓൾസോ. വൈറസിൽ നിന്നും സെക്യൂർ ആണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരാൾക്ക് ഹാക്ക് ചെയ്യാനും പറ്റില്ല. ദ ബൈറ്റ് കോഡ് ഈസ് നോട്ട് റീഡബിൾ ആണ് ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. സോ ഔട്ട്സൈഡേഴ്സിന് ആരെങ്കിലും ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് കനോട്ട് ബി റീഡബിൾ ബൈ ദാറ്റ് പേഴ്സൺ. അയാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ദോർഫോർ അവർ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് സെക്യൂർ. നെക്സ്റ്റ് കൺസെപ്റ്റ് നോക്കുക, ജാവ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ആ ഡിസ്ട്രിബ്യൂട്ടഡിൻ്റെ മീനിങ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഡിഫ്യൂസ്ഡ് ടു എനിവേർ. എവിടേക്ക് വേണം വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്തത്, ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്തത്, നമ്മളൊരു മെഷീനകത്ത് കമ്പൈൽ ചെയ്ത ബൈറ്റ് കോഡുകൾ നമുക്ക് മറ്റേത് മെഷീനകത്തും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ ഒരു എക്സിക്യൂട്ട് ചെയ്ത ഒരു റിമോട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം വേറെ എവിടെയെങ്കിലും ഉള്ള ഒരു സെർവറിനകത്തോ അല്ലെങ്കിൽ വേറെ എവിടെയുള്ള ഇൻ്റർനെറ്റിനകത്തുള്ള ഒരു സിസ്റ്റത്തിനകത്ത് എക്സിക്യൂട്ട് ചെയ്തൊരു ബൈറ്റ് കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ആക്സസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിനകത്തുള്ള ലോക്കൽ സിസ്റ്റത്തിനകത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ജാവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടറാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ത്രൂ ഇൻ്റർനെറ്റ് യു ക്യാൻ ആക്സസ് ദ ബൈറ്റ് കോഡ് ആൻഡ് യു ക്യാൻ റൺ ദാറ്റ് ബൈറ്റ് കോഡ് വിത്തിൻ യുവർ ലോക്കൽ സിസ്റ്റം. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റൺ ചെയ്യാൻ പറ്റും. ദഫോ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടർ ഓവർ ദി ഇൻ്റർനെറ്റിനകത്തുകൂടെയും നമുക്കത് ഡിസ്ട്രിബ്യൂട്ടറാണ്. അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബിനകത്തുകൂടെയും നമുക്ക് ആക്സസ് ചെയ്തിട്ട് വി ക്യാൻ എക്സിക്യൂട്ട് ദാറ്റ് പ്രോഗ്രാംസ് ഇൻ അവർ ലോക്കൽ സിസ്റ്റം. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് കൺസെപ്റ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഡിസ്ട്രിബ്യൂട്ടർ ഫീച്ചർ ഇൻ ജാവ. അതാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഫീച്ചർ ജാവയിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്ലൈഡിനകത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ. ജാവ ഈസ് ഡിസ്ട്രിബ്യൂട്ടർ ലാംഗ്വേജ് മീൻസ് ബിക്കോസ് ദ പ്രോഗ്രാം ഓഫ് ദ ജാവ ഈസ് കമ്പൈൽഡ് ഓൺ ടു
one machine can be easily transferred to machine and executable then on another machine because facility of bytecode. എന്താ പറഞ്ഞത്? നമ്മൾ ഇതുവരെ പറഞ്ഞേക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് ഒരു മെഷീനകത്ത് കമ്പയർ ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് അതിനെ എന്താ പറ്റും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. സോ ജാവ ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഇൻ്റർനെറ്റ് യൂസേഴ്സ്. അതുകൊണ്ട് ജാവ എന്താണ്? സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഇൻ്റർനെറ്റ് യൂസേഴ്സ്. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞ റിമോട്ട് ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സെർവറിനകത്ത് നിന്നുള്ള എക്സിക്യൂട്ട് ചെയ്ത ബൈറ്റ് കോഡുകൾ എടുത്തിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഇൻ്റർനെറ്റ് യൂസേഴ്സ്. ഇൻ്റർനെറ്റ് യൂസേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. വിച്ച് യൂസസ് റിമോട്ട് കമ്പ്യൂട്ടേഴ്സ്. റിമോട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് യൂസേഴ്സിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. For executing their programs on local machine after transferring the program from remote computers or either from the internet. ഒന്നെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും കമ്പ്യൂട്ടറിനകത്ത് നിന്ന് എടുത്തിട്ട് നമുക്ക് നമ്മുടേതായ ലോക്കൽ സിസ്റ്റത്തിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാം. അതർവൈസ് യു ക്യാൻ ആക്സസ് ദ കോഡ് ഫ്രം ദ ഇൻ്റർനെറ്റ് ആൻഡ് യു ക്യാൻ എക്സിക്യൂട്ട് വിത്തിൻ യുവർ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഫെസിലിറ്റി ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഡിസ്ട്രിബ്യൂട്ടർ ഫീച്ചർ ഓഫ് ജാവ. ഈ ഒരു ഫെസിലിറ്റിയാണ് ജാവയുടെ ഡിസ്ട്രിബ്യൂട്ടർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് യു ക്യാൻ ആക്സസ് ദ byte code from internet or from a remote computer and you can run it within your local system. നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ പറ്റും. ദാറ്റ് മേക്സ് ജാവ ഡിസ്ട്രിബ്യൂട്ടഡ്. അതാണ് ജാവയെ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞ് മാറ്റാൻ കാരണം. ഓക്കെ, the next feature of Java is familiar, simple and small. ഇത് എല്ലാം കൂടെ മൂന്നും കൂടെ ഒരൊറ്റ ഫീച്ചറിനകത്ത് മാറ്റിയേക്കുന്നതാണ്. അതായത് ഈ മൂന്ന് ഫീച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് ഫെമിലിയർ ആയത്? ഹൗ ഇറ്റ് ഈസ് സിമ്പിൾ, എങ്ങനെയാണ് സിമ്പിൾ ആയിരിക്കുന്നത്? ദെൻ ഹൗ ഇറ്റ് ഈസ് സ്മോൾ, ചെറുതാക്കി ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ദാറ്റ് ഹാവ് ദ മോർ ഫീച്ചേഴ്സ് ഓഫ് C++. എന്ന് പറയുന്ന ലാംഗ്വേജ് പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും. C++ൻ്റെ കുറേ ഫീച്ചേഴ്സ് എവിടെ ഉണ്ട്? ജാവക്കകത്തുണ്ട്. സോ ജാവ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് CPP അറിയുന്നുണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫെമിലിയർ ലാംഗ്വേജ്. നമുക്കൊരു ഫെമിലിയർ ലാംഗ്വേജ് ആയിട്ട് തോന്നും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സിമ്പിൾ, വെരി ഈസി ടു ലേൺ ആൻഡ് റൈറ്റ്. പെട്ടെന്ന് നമുക്ക് റൈറ്റ് ചെയ്യാനും അതുപോലെ പ്രോഗ്രാം എഴുതി കൊടുക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റും, പെട്ടെന്ന് തന്നെ ലേൺ ചെയ്യാനും പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ CPPയുടെ മോസ്റ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ CPP ഈസ് ഇംപ്ലിമെൻറ്റഡ് വിത്തിൻ യുവർ ജാവക്കകത്ത് കുറേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ലേൺ, വളരെ ഈസിയാണ് ലേൺ ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു റൈറ്റ്, പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് വളരെ ഈസിയാണ്. സോ ഇറ്റ് ഈസ് സിമ്പിൾ. അതുകൊണ്ട് നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആൻഡ് ഓൾസോ സം പ്രോപ്പർട്ടീസ് ഓർ സം ഫീച്ചേഴ്സ് ഓഫ് ദ C or CPP ആർ റിമൂവ്ഡ് ഫ്രം ദ ജാവ. അതുകൊണ്ട് കുറേ റിമൂവ് ചെയ്തുകൊണ്ടും ദാറ്റ് വിൽ ബി സിമ്പിൾ ആൻഡ് സ്മോൾ. സിമ്പിളാണ്, സ്മോളാണ് നമുക്ക് പറയാൻ പറ്റും. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് റിമൂവ്ഡ് ഫ്രം ദ CPP കൺസെപ്റ്റ്? ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് പോയിൻറ്റേഴ്സ്. നമ്മൾ സിയിലും CPPക്കകത്തൊക്കെ ഉള്ളതാണ് പോയിൻ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സംവാട്ട് ഡിഫിക്കൽട്ട് ടു അസ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമർക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഓതറൈസ്ഡ് മെമ്മറി ആക്സസ് വിൽ ബി പ്രൊവൈഡഡ്. അൺഓതറൈസ്ഡ് മെമ്മറി ആക്സസും പ്രൊവൈഡ് ചെയ്യും. ഈ പോയിൻറ്റേഴ്സ് നമ്മളെന്താണ് നേരെ മെമ്മറി ലൊക്കേഷനിലോട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ പോയിൻ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാംഗ്വേജിന് സെക്യൂരിറ്റി കുറവായിരിക്കും. anyone അല്ലെങ്കിൽ any program can access the memory location of our data. നമ്മുടെ ഡാറ്റയുടെ മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ he can modify the ഡാറ്റ മോഡിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ there is no security for your data. നമ്മുടെ ഡാറ്റയ്ക്ക് എന്തുണ്ടായിരിക്കില്ല, അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരിക്കില്ല. ദാറ്റ് പോയിൻ്റർ കൺസെപ്റ്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ജാവ. ആ ജാവേൻ്റെ അകത്ത് നിന്ന് ഈ പോയിൻ്റർ കൺസെപ്റ്റ് റിമൂവ് ചെയ്തു. ആൻഡ് ഓൾസോ സ്റ്റോറേജ് ക്ലാസിൻ്റെ കൺസെപ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്, സിക്കകത്തൊക്കെ നിങ്ങൾക്ക് അറിയാം ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടു ജംപ് ഫ്രം വൺ പോർഷൻ ടു അനദർ പോർഷൻ, അവിടെ ജമ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ജാവ ഡസ് നോട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് CPP പഠിച്ചവർക്ക് അറിയാം. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇനി ഇല്ലെങ്കിൽ നമുക്ക് ജാവക്കകത്തുണ്ട് ഇൻഹെറിറ്റൻസ് പഠിക്കാനുണ്ട്. അതിനകത്ത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും പ്രൊജക്റ്റ് വൈവേക്കും കോഴ്സ് വൈവേക്കും എക്സ്റ്റേണൽ വരുന്ന എക്സാമിനർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈസ് ജാവ സപ്പോർട്ടിങ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്? ജാവ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജാവ ഈസ് നോട്ട് സപ്പോർട്ടിങ്
മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ ജാവ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ. അത് ഓർത്ത് വെക്കണം, ഇപ്പോൾ തന്നെ അത് പഠിച്ചു വെക്കാം. ജാവ ഈസ് നോട്ട് സപ്പോർട്ടിങ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞ സ്ലൈഡ് ശ്രദ്ധിക്കുക. ഫെമിലിയർ, simple and small. Java is a simple language because it contains many features of other languages like C and CPP. എന്താണ്, സിയിലെയും സി പി പി പോലും കുറേ ഫീച്ചേഴ്സ് ജാവക്കകത്തുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത് സിമ്പിളും ഫെമിലിയറും സ്മോൾ എന്ന് പറയുന്നത്. ആൻഡ് ജാവ റിമൂവ്സ് ദ കോംപ്ലക്സിറ്റി. ജാവ കുറേ കോംപ്ലക്സിറ്റി റിമൂവ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് യൂസ് പോയിന്റേഴ്സ്. അത് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ആൻഡ് സ്റ്റോറേജ് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ഓൾസോ ജാവ ഡസ് നോട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും സപ്പോർട്ട് ചെയ്യുന്നില്ല. ദഫോർ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സിമ്പിളാണ് ജാവ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ഈസി ടു ലേൺ. വളരെ ഈസിയാണ് ലേൺ ചെയ്യാൻ. ആ ഈസി ടു ലേൺ മേക്ക് ദ ജാവ സിമ്പിൾ. ജാവനെ സിമ്പിളാക്കി മാറ്റി. ആൻഡ് മോർ ഫെമിലിയർ. സി പി പിയുടെ കുറേ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് മോർ ഫെമിലിയർ. പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ ഫെമിലിയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് വെരി സ്മോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ഫെമിലിയർ, സിമ്പിൾ ആൻഡ് സ്മോൾ എന്ന് പറയുന്നത്. സോ ടുഡേ വി ക്യാൻ ഡിസ്കസ് അപ് ടു ദിസ് ഫീച്ചേഴ്സ്. ഇത്രയും ഫീച്ചേഴ്സ് നോക്കുക. റിമൈനിങ് ഫീച്ചേഴ്സ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിൻ്റെ നോട്ട് എഴുതി വെക്കുക, ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എവറി ടൈം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ദർ വിൽ ബി എ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ജാവ. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കാം. ഓക്കെ.